നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ അഭിമാനകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. DRDO അഥവാ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പഞ്ച്കുളയിലെ തങ്ങളുടെ അത്യാധുനിക സൗകര്യത്തിൽ വെച്ച് ഒരു ഹൈ കാലിബർ ബോംബ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ നിർണായക പരീക്ഷണം. എന്താണ് ഈ ബോംബിന്റെ പ്രത്യേകത? എന്തുകൊണ്ട് ഈ പരീക്ഷണം ഇന്ത്യക്ക് പ്രധാനമാകുന്നു? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. DRDOയുടെ കീഴിലുള്ള പഞ്ച്കുളയിലെ പ്രമുഖ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയിലാണ് ഈ പരീക്ഷണം നടന്നത്. വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ തയ്യാറാക്കുന്നതിൽ DRDO നിരന്തരം നടത്തിവരുന്ന മുന്നേറ്റങ്ങളുടെ ഭാഗമാണിത്. വ്യോമസേനയുടെ ആയുധ ശേഖരം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു ഹൈ കാലിബർ ബോംബ് വികസിപ്പിച്ചിരിക്കുന്നത്. ഈ പരീക്ഷണം നേരിൽ കണ്ട് വിലയിരുത്താൻ വ്യോമസേന പ്രതിനിധികളും എത്തിയിരുന്നു എന്നത് ഈ പദ്ധതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്താണ് ഒരു ഹൈ കാലിബർ ബോംബ് ചെയ്യുന്നത്? യുദ്ധമുഖത്ത് ശത്രുക്കളുടെ കടുപ്പമേറിയ ബങ്കറുകൾ തകർക്കാനും വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കാനും ഇത്തരത്തിലുള്ള ബോംബുകൾക്ക് കഴിയും. കൃത്യതയോടും വലിയ നാശനഷ്ടങ്ങൾ ശത്രുപക്ഷത്ത് വരുത്താനും കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വ്യോമസേനയ്ക്ക് ഇത്തരം ആയുധങ്ങൾ വലിയൊരു കൈമുതലാണ്. നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചതാണെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ അതിവേഗം നീങ്ങുകയാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ലോകോത്തര നിലവാരമുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ DRDOയ്ക്ക് സാധിക്കുന്നു എന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ അയൽരാജ്യങ്ങളുമായുള്ള അതിർത്തിയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധം എത്രത്തോളം ശക്തമാണെന്നതിൻ്റെ വ്യക്തമായ സന്ദേശമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷിതമാക്കാൻ കൂടുതൽ കരുത്തുറ്റ ആയുധങ്ങളുമായി DRDO മുന്നേറുകയാണ്. ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ പ്രതിരോധ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.